ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊല്ലത്ത് ഒരു മ്യൂസിയം കാണാനായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ വന്നപ്പോൾ കുറച്ച് നേരത്തെ ആയി പോയോ എന്നൊരു സംശയം. അതുകൊണ്ട് പതുക്കെ നടന്ന് ചീനക്കൊട്ടാരത്തിലുള്ള അവസാനത്തെ രാജമുദ്രയായ ശംഖുമുദ്രയും കണ്ടിട്ട് ആ മ്യൂസിയം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇപ്പോൾ ഞാൻ ക്ലോക്ക് ടവറിൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ അതൊക്കെ നിങ്ങളെ ആ രാജമുദ്ര ഒന്ന് കാണിക്കാം. ദാണ്ട് ആ വയറിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ദേശിംഗനാടിൻ്റെ രാജമുദ്ര. എനിക്ക് തോന്നുന്നു കൊല്ലത്തിപ്പം ഇത് ഈ ചീനക്കൊട്ടാരത്തിൽ മാത്രമേ ഉള്ളെന്ന്. കാരണം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അവസാനമായിട്ട് കല്ലുപാലത്തിലുണ്ടായിരുന്നു എന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോലീസ് മ്യൂസിയം, സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം. കൂടെ തന്നെ വനിതാ സെല്ലും ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ട്. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം ഉള്ളത്. പല കൊല്ലംകാർക്കും ഇതറിയില്ല. നമുക്കിനി ഇതിൻ്റെ അകത്തേക്കൊന്ന് പോവാം. ഇതാണ് ആ പോലീസ് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഒരുപാട് വണ്ടികൾ പിടിച്ചിട്ടേക്കുന്നതും ഒരുപാട് പോലീസ് വണ്ടികളും. ആ സൗണ്ട് ആംബുലൻസ് കൊണ്ടുപോയി. ഇതാണ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ. നമ്മുടെ ഗുജറാത്തിലുള്ള പോലത്തെ ഒരു പ്രതിമ ഇതിൻ്റെ മുന്നിലുമുണ്ട്. വനിതാ പോലീസ് സ്റ്റേഷനുണ്ട്, ജനമൈത്രി കേന്ദ്രമുണ്ട്. പിന്നെ നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ കാണുന്നതാണ് നമ്മുടെ പോലീസ് മ്യൂസിയം. രാവിലെ ആയതുകൊണ്ടാണ് അടച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് എന്തോ ഫണ്ട് അനുവദിച്ച് പുതുക്കി പണിയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുവരെ ഈ പോലീസ് മ്യൂസിയം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് കണ്ടോളൂ. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല. പുതുക്കി പണിഞ്ഞാലേ കാണാൻ കഴിയൂ.